പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഫറൂഖ് പേട്ടയിലെ വേങ്ങാട് ഫാമിലിയുടെ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ വരുന്ന വഴിക്ക് കേരളത്തിൻ്റെ PWD മിനിസ്റ്ററെ കണ്ടുമുട്ടുകയുണ്ടായി. പരിപാടി നടക്കുന്ന ഹാളിൻ്റെ പുറത്തേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹം അവിടുന്ന് ഇറങ്ങി വരുന്നത്, വാഹനത്തിൽ പുറപ്പെടുന്നതെന്ന് കണ്ടത്. ഈ സമയത്ത് തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് കയറുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാനും വണ്ടി നിർത്തി, രണ്ടുപേരും ഇറങ്ങി കുശലം പറഞ്ഞ് പിരിഞ്ഞു. ഇത് വലിയ ഒരു വാർത്തയാക്കി കഴിഞ്ഞ 2 ദിവസമായിട്ട് പലരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ പരാമർശങ്ങൾ എല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം വലിയ ലോക്യം എന്നോട് കാണിച്ചു. ഇതാണ് മുഹമ്മദ് റിയാസ് എന്ന രീതിയിൽ അതിനെ ദുരുപയോഗം ചെയ്യുകയാണ്. എനിക്ക് മുഹമ്മദ് റിയാസുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ എതിരഭിപ്രായമോ ഇല്ല. രാഷ്ട്രീയമായ എതിർപ്പുകളാണ് ഉണ്ടായിരുന്നത്, അതിപ്പോഴുമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും എടുത്ത പല നിലപാടുകളുമാണ് ആ മുന്നണിയിൽ നിന്ന് എനിക്ക് പുറത്തു വരേണ്ടി വന്നത്. അത് കഴിഞ്ഞ 1.25 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോ ദിവസവും അച്ചിട്ട പോലെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വർഗീയമായ ചില നിലപാടുകൾ, ഇടതുപക്ഷത്തിന് ഒരിക്കലും യോജിക്കാത്ത നിലപാടുകളാണ് CPM ഇപ്പോഴും സ്വീകരിച്ചു വരുന്നത്. ഈ വിഷയത്തിലൊന്നും ഇതുവരെ ഒരു അഭിപ്രായവും മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടില്ല. AK ബാലൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഞാൻ പിന്നെ പറയാം. സജി ചെറിയാൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വളരെ വേദനാജനകമായ പ്രസ്താവനകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് നമുക്ക് പിന്നീട് പറയാം. ഈ രീതിയിൽ ഒരു രാഷ്ട്രീയ അഭിപ്രായവും ഞാൻ ഉയർത്തിയ വിഷയങ്ങളിൽ വ്യക്തിപരമായോ രാഷ്ട്രീയപരമായിട്ടോ ഒരു അഭിപ്രായവും ഇന്നുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായും ഞാൻ ഉയർത്തിയ ഈ വിഷയങ്ങൾ ഇപ്പോഴും ഇവിടെ ഈ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബേപ്പൂരിലെ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഇന്നും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏകദേശം ഈ കഴിഞ്ഞ 4-5 വർഷത്തിനിടക്ക് ഈ 4-5 ബേപ്പൂർ ഫെസ്റ്റുകൾ നടത്തിയിട്ട് 10-25 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ആ 25ഓളം കോടി രൂപ ചെലവഴിക്കാനുള്ള ശേഷി ഇന്ന് കേരളത്തിലെ പൊതുഖജനാവിനില്ല എന്ന് നമുക്കറിയാം. നിലമ്പൂരിൽ ഞങ്ങൾ നിലമ്പൂർ പാട്ട് എല്ലാ വർഷവും നടത്താറുണ്ട്. അത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി സർക്കാരിൽ നിന്ന് 5 പൈസ മുടക്കില്ലാതെയാണ് നടത്തുന്നത്. ബേപ്പൂരിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ ഒട്ടനവധി വിഷയങ്ങൾ അവിടെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അവിടുത്തെ ആശുപത്രികൾ, ഡോക്ടർമാരില്ലാത്ത ആശുപത്രികൾ, മരുന്നില്ലാത്ത ആശുപത്രികൾ, ഉച്ചയ്ക്ക് പൂട്ടിപ്പോകുന്ന ഹെൽത്ത് സെൻ്ററുകൾ, ബേപ്പൂരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യവസായം, നിരവധിയായ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒന്നിനും ഉത്തരം കിട്ടിയിട്ടില്ല. അതല്ലാതെ അദ്ദേഹം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട മന്ത്രിയാണ്, കോഴിക്കോട് ജില്ലയുടെ മന്ത്രിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, അതിന് മറുപടി ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, പുതിയ മെഡിക്കൽ കോളേജിലെ ബ്ലോക്കിൽ ഒരു ഇലക്ട്രിക്കൽ ഫയർ ഉണ്ടായിട്ട് 6 മാസത്തോളമാണത് പൂട്ടിയിട്ടത്. 10 ദിവസം കൊണ്ട് തീർക്കാവുന്ന വിഷയങ്ങളായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ജനങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ അദ്ദേഹം മണ്ഡലത്തിലും ജില്ലയിലും ഇടപെടാത്തതിനെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പാലങ്ങൾ ഇടിഞ്ഞു വീണതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇതൊന്നും വ്യക്തിപരമല്ല, ഇത് ഈ സമൂഹത്തെ ബാധിക്കുന്ന, നാടിനെ ബാധിക്കുന്ന നേരിട്ടുള്ള വിഷയങ്ങളാണ്. അതിനൊന്നും ഉത്തരം പറയാതെ ഞാൻ വ്യക്തിഹത്യ നടത്തി എന്ന വ്യാപകമായിട്ടുള്ള കള്ളപ്രചരണം നടത്തി ഒരു സദസ്സിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തതിനെ വലിയ ത്യാഗമായിട്ട്, വലിയ വിട്ടുവീഴ്ചയായിട്ട് ജനങ്ങൾ മുന്നിൽ അവരോധിക്കുന്ന ഈ രീതി, ഇത് തന്നെയാണ് അദ്ദേഹം എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ PR ടീം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയണം. ഈ വ്യാജ പ്രചരണത്തിൽ ജനങ്ങൾ പെട്ടുപോകരുത് എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.